എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രിയിൽ PM കിസാൻ ഗുണഭോക്താക്കൾ ഉൾപ്പെടെയുള്ളവർ രജിസ്റ്റർ ചെയ്തിരുന്നു. ഏറെ നാളായി അപ്രൂവലിനായി കാത്തിരിക്കുകയായിരുന്നു. പെൻഡിങ് എന്നാണ് ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അപ്രൂവൽ ആയിട്ടുണ്ട്. ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് അപ്രൂവലായ രജിസ്ട്രേഷൻ എങ്ങനെ നോക്കാം, റിജക്റ്റ് ആയാൽ എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും എങ്ങനെ, എന്നു മുതൽ രജിസ്റ്റർ ചെയ്തവരുടെ അപ്രൂവലാകാൻ എത്ര ദിവസം എടുക്കും തുടങ്ങിയ കാര്യങ്ങളാണ്. സിസ്റ്റം ഉപയോഗിച്ചും മൊബൈൽ ഉപയോഗിച്ചും ഇതൊക്കെ എങ്ങനെ നോക്കാമെന്ന് വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. PM കിസാനുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം. ആദ്യം നമുക്ക് ലോഗിൻ ചെയ്ത ഡീറ്റെയിൽസ് നോക്കാം. ഇതാണ് വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഇവിടെ ഒഫീഷ്യൽ എന്നും ഫാർമർ എന്നും രണ്ട് ലിങ്കുകൾ കാണാം. അതിൽ നമ്മൾ ഫാർമർ എനേബിൾ ചെയ്ത ശേഷം താഴെ നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ കൊടുത്ത് പാസ്വേഡും കൊടുത്ത് താഴെയുള്ള ക്യാപ്ച കോഡും കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. പക്ഷേ അത് എപ്പോഴും വർക്കാകുന്നതായിട്ട് കാണുന്നില്ല. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ കൊടുത്ത ശേഷം അവിടെ നമുക്ക് OTP എന്ന് കാണാം. ആ OTPയിൽ പ്രസ് ചെയ്താൽ ആ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് OTP വരും. അതിനുശേഷം ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെയുള്ള ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത്. ക്യാപ്ച കോഡ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെയുള്ള റൗണ്ട് ആരോയിൽ പ്രസ് ചെയ്താൽ അത് മാറി വരും. അങ്ങനെ നമ്മളിവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണുന്നതാണ്. ഇടത് സൈഡിൽ അപ്ഡേറ്റ് മൈ ഇൻഫർമേഷൻ എന്നൊരു ലിങ്ക് ഉണ്ട്. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാലിഡേറ്റ് ഓൾഡ് മൊബൈലെന്നും വെരിഫൈ വിത്ത് ആധാർ എന്നും രണ്ട് ലിങ്കുകൾ കാണാം. ഇവിടെ ഇപ്പോൾ വെരിഫൈ ചെയ്ത അക്കൗണ്ടാണിത്, അപ്രൂവലായ അക്കൗണ്ടാണിത്. അതുകൊണ്ട് ഇവിടെ ഒന്നും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിതൊന്നും ചെയ്യുന്നില്ല. ഇനി മൊബൈൽ നമ്പർ ഇതിൽ കൊടുത്ത മൊബൈൽ നമ്പർ മാറ്റണമെന്നുള്ളവർക്ക് വെരിഫൈ വിത്ത് ആധാർ കൊടുത്ത് പുതിയ മൊബൈൽ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വാലിഡേറ്റ് ഓൾഡ് മൊബൈൽ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മൊബൈൽ നമ്പരൊക്കെ വാലിഡേറ്റ് ചെയ്താണ് KYC ഒക്കെ ചെയ്തിരിക്കുന്നത്. തൽക്കാലം ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്രൂവൽ ആകാത്തവർ പിന്നീട് അത് സംബന്ധിച്ച വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം തൽക്കാലം ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനും താഴെയായി വ്യൂ അപ്ഡേറ്റ് റിക്വസ്റ്റ് സ്റ്റാറ്റസ്. നമ്മൾ അപ്ഡേറ്റ് കൊടുത്താൽ അതിൻ്റെ റിക്വസ്റ്റ് സ്റ്റാറ്റസ് അറിയാനുള്ളതാണ്. ഫാർമർ ഓതൻറ്റിക്കേഷൻ അങ്ങനെയുള്ള ലിങ്കുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും തൽക്കാലം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റിജക്റ്റ് ആയവരും ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് സംബന്ധിച്ച അറിയിപ്പുകളൊക്കെ വരും. അതിനുശേഷം ഇതൊക്കെ ചെയ്താൽ മതിയാകും. പ്രത്യേകിച്ച് അപ്രൂവലായവർ ഇതിലൊന്നും യാതൊന്നും ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ കാണുന്നില്ല. ഇനി നമുക്ക് ഇടത് സൈഡിലുള്ള ലിങ്കുകളിൽ എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്താൽ ഇവിടെ നമുക്ക് എൻറോൾമെൻറ്റ് ID ലഭിച്ചിട്ടുണ്ട്. ഫാർമർ നെയിം ഉണ്ട്. ഫാർമർ എൻറോൾമെൻറ്റ് ഡേറ്റ് ജൂൺ 13, 2025 ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്തത്, എൻറോൾമെൻറ്റ് ചെയ്തത്. അതിനുശേഷം ഫാർമർ ID ലഭിച്ചിട്ടുണ്ട്. ഫാർമർ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ആക്റ്റീവ് എന്ന് കാണാം. അപ്രൂവൽ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് കൊടുത്തിരിക്കുന്നതും കാണാം. അവിടെ പിന്നീട് ഉള്ളത് അപ്രൂവൽ ഡേറ്റ് സെപ്റ്റംബർ 24, 2025 അപ്രൂവലായിരിക്കുന്നത്. അവിടെ റിജക്ഷൻ ഡേറ്റും അതിനോടൊപ്പമുണ്ട്. റിജക്ഷനാണ് വന്നിട്ടുള്ളതെങ്കിൽ ആ റിജക്ഷൻ ഡേറ്റ് ആയിരിക്കും അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്രൂവലിന് പകരം റിജക്റ്റഡ് എന്നായിരിക്കും കാണിക്കുകയും ചെയ്യുക. അതിൻ്റെ തന്നെ ഏറ്റവും ഒടുവിലായി അപ്രൂവൽ റിമാർക്ക് റിജക്ഷൻ റിമാർക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്രൂവൽ റിമാർക്ക് ഇവിടെ ഓക്കെയാണ്. ഈ അക്കൗണ്ടിൽ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി അവിടെ അപ്രൂവൽ റിജക്ഷൻ റിമാർക്ക് എന്നാണ് കാണിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ റിജക്റ്റ് ആയിട്ടുള്ള കേസാണെങ്കിൽ ആ റിജക്റ്റ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ഇവിടെ റിജക്റ്റ് ആയിട്ടുള്ളവർക്ക് അതിൻ്റെ റീസൺ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നീട് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാനുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ട്. അത് നോക്കി നമുക്ക് എന്താണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് റീസബ്മിറ്റ് ചെയ്യുവാനും സാധിക്കും. മറ്റൊരു കാര്യം, എഡിറ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. റിജക്റ്റ് ആയവർ സ്റ്റാറ്റസ് റിജക്ഷൻ എന്നാണ് കാണിക്കുന്നതെങ്കിൽ, അങ്ങനെ റിജക്റ്റ് ആയവർ കൃഷിഭവൻ വഴിയാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതേ കൃഷിഭവനെ തന്നെ ആശ്രയിച്ച് അവർ അവിടെ നിന്നും എഡിറ്റ് ചെയ്തു തരും. അവിടെ പോയാൽ മാത്രം മതിയാകും. അതല്ല ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ സ്വന്തമായിട്ടോ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെ എഡിറ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യേണ്ടി വരും. സ്വന്തമായി ചെയ്യാൻ അറിയാത്തവർക്ക് ഓൺലൈൻ സെൻറ്ററുകളെ ആശ്രയിക്കാം. അതല്ലെങ്കിൽ അത് സംബന്ധമായ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് നോക്കിയൊക്കെ നിങ്ങൾക്ക് റീസബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഇനിയിപ്പോൾ റിജക്ഷൻ വന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ എന്താണ് റിജക്ഷന് കാരണമെന്ന് ഇവിടെ നമുക്ക് മൈ ഇൻഫർമേഷൻ എന്നൊരു ലിങ്കുണ്ട്. ആ മൈ ഇൻഫർമേഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടുന്നത് ഈ സർവേ നമ്പർ,
സബ് നമ്പറൊക്കെ കൊടുത്തായിരുന്നല്ലോ, ബ്ലോക്ക് നമ്പരും ഒക്കെ. അതിലെന്തെങ്കിലും മിസ്റ്റേക്കാണ് സാധാരണഗതിയിൽ വരാറുള്ളതെന്നാണ് അവർ പറയുന്നത്. ഇവിടെ തെറ്റിച്ച് നമ്മൾ സർവേ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കറക്റ്റ് ചെയ്ത് കൊടുത്ത് റീസബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടുന്നത്. അതുകൊണ്ട് ഈ വ്യൂ മൈ ഇൻഫർമേഷൻ എടുത്ത് സർവേ നമ്പരും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കറക്റ്റാണോ, ഇതിൽ കൊടുത്തിരിക്കുന്നത് കറക്റ്റാണോ, റിജക്ഷൻ റിമാർക്കിൽ വന്നിരിക്കുന്ന റീസൺ എന്താണ് എന്ന് പരിശോധിച്ച് നോക്കണം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് PDF എന്നൊരു ലിങ്ക് ഉണ്ട് ഗ്രീൻ കളറിൽ. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ PDF നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുകയോ പ്രിൻ്റ് എടുക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ നമുക്ക് വിശദമായിട്ടിത് പരിശോധിച്ച് നോക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. നേരത്തെ നിങ്ങളുടെ കൈവശം ഈ ഒരു പ്രിൻ്റ് കാണാൻ സാധ്യതയുണ്ട്. നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഈ ഒരു പ്രിൻ്റ് നമുക്ക് തരാറുണ്ട്. അങ്ങനെയും പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ റിജക്ഷൻ വന്നിട്ടുള്ളവർ ഈ ഒരു പ്രിൻ്റ് എടുത്ത് നല്ലതുപോലെ പരിശോധിച്ച് എന്താണ് തെറ്റ്, എവിടെയാണ് തെറ്റ് വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ സർവേ നമ്പറിലായിരിക്കും വന്നിട്ടുണ്ടാകുക തെറ്റ് കാണാൻ സാധ്യത കൂടുതലുള്ളത്. അത് നോക്കി മനസ്സിലാക്കി കറക്റ്റായിട്ടുള്ള സർവേ നമ്പറൊക്കെ കൊടുത്ത് റീസബ്മിറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യുവാൻ ശ്രമിക്കുക. ഇനി നമുക്കിത് മറ്റൊരു രീതിയിൽ പരിശോധിക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നേരത്തെ തന്നെ നമ്മൾ വെബ്സൈറ്റിലുള്ളതാണ്. വെബ്സൈറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു പേജ് ലഭിക്കും. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലൊന്ന് തിരഞ്ഞെടുത്ത് നമുക്ക് പരിശോധിക്കാം. ആധാർ നമ്പറിന് നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്ത് തൊട്ട് താഴെ രജിസ്റ്റർ ചെയ്ത ഫാർമറിൻ്റെ ആധാർ നമ്പർ കൊടുത്ത് ചെക്ക് കൊടുത്ത് നമുക്ക് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ടതുപോലെയുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. പക്ഷേ നമുക്ക് മറ്റ് ഫാർമർ ഇൻഫർമേഷൻ പോലെയുള്ള മറ്റ് വിശദാംശങ്ങളൊന്നും ഇവിടെ ലഭിക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയും നിങ്ങൾക്ക് സ്റ്റാറ്റസ് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് അപ്രൂവൽ ആകാത്ത ഒരു ഫാർമറുടെ ആധാർ നമ്പർ കൊടുത്ത് പരിശോധിച്ച് നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഫാർമർ എൻറോൾമെൻറ്റ് ഡേറ്റ് ഓഗസ്റ്റ് 1 കാണാം. ഇത് ആക്റ്റീവ് അല്ല, അപ്രൂവൽ സ്റ്റാറ്റസ് പെൻഡിങ് എന്നാണ് കാണിക്കുന്നത്. എൻറോൾമെൻറ്റ് ഡേറ്റ് നമ്മൾ നേരത്തെ നോക്കിയത് ജൂൺ 13 പക്ഷേ ഇത് ഓഗസ്റ്റ് 1 സബ്മിറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇതിൻ്റെ ഫാർമർ രജിസ്ട്രേഷൻ സ്റ്റാറ്റസിൽ കാണിക്കുന്നത് അണ്ടർ അപ്രൂവൽ പ്രോസസ് എന്നാണ്. അത് താമസിയാതെ തന്നെ ഇതും അപ്രൂവലാകും എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കിത് മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ നോക്കാമെന്ന് നോക്കാം. ഗൂഗിൾ ക്രോം പോലെയുള്ളൊരു ബ്രൗസർ എടുത്തതിന് ശേഷം ഗൂഗിൾ എടുത്ത് നമ്മളവിടെ അഗ്രിസ്റ്റാക്ക് കേരള എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നമുക്ക് വെബ്സൈറ്റിൽ പ്രവേശിക്കാനുള്ള ലിങ്ക് ലഭിക്കും. അതല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് ടച്ച് ചെയ്ത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഫാർമർ ആദ്യം റേഡിയോ ബട്ടൺ ഉപയോഗിച്ച് ഫാർമർ സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ കാണിച്ചതുപോലെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പരും OTP കൊടുത്ത് ആ മൊബൈലിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് ക്യാപ്ച കോഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഇനി സ്റ്റാറ്റസ് മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ മുകളിലോട്ട് ചെന്നാൽ നമുക്കവിടെ കാണാം എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്ന് കാണാം. നേരത്തെ കണ്ടതുപോലെ തന്നെ അവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്ന് ആധാർ നമ്പർ തിരഞ്ഞെടുത്ത് ഫാർമറുടെ രജിസ്റ്റർ ചെയ്തപ്പോഴുള്ള ആധാർ നമ്പർ കൊടുത്ത് ചെക്ക് കൊടുത്ത് നേരത്തെ കണ്ടതുപോലെ നമുക്കിവിടെ സ്റ്റാറ്റസ് അറിയുവാനും സാധിക്കുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.